കഴിഞ്ഞ വീഡിയോയിൽ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. കുറച്ചു വർഷങ്ങളിലായി മലയാള സിനിമയുടെ പേരിനോട് ചേർത്ത് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു വാക്കാണ് പവർ ഗ്രൂപ്പ്. ശരിക്കും എന്താണ് ഈ പവർ ഗ്രൂപ്പ്? മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ രീതികളിലാണ് അവർ പ്രവർത്തിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നീ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കണ്ടതിനു ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നീ ലോകത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആസക്തി കൊടുക്കുന്ന ഒന്നാണ് അധികാരം അഥവാ പവർ. നമ്മുടെ ഷെട്ടിയണ്ണം പറഞ്ഞതുപോലെ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി കുറച്ചധികം വർഷങ്ങൾ നമുക്ക് പുറകോട്ട് പോകാം. കാലഘട്ടം 1960-70. ക്യാരവാനും പ്രൊഡക്ഷൻ മാനേജറും ഫാൻസ് അസോസിയേഷനും ഒന്നുമില്ലാതിരുന്ന കാലഘട്ടം. വളരെ മനോഹരമായ കാലഘട്ടമെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ജാതിയുടെ പേരിൽ സഹനടീനടന്മാരെ കളിയാക്കിയിരുന്ന കുറച്ച് നടന്മാരെന്നുണ്ടായിരുന്നു. തിക്കുറിശി, അടൂർ ബാസി എന്നിവർ ഇതിന് ഉദാഹരണമാണ്. പുതുമുഖ നടിമാരുൾപ്പെടെ പല നടികളോടും വളരെ മോശമായി പെരുമാറിയിരുന്ന ഇവരെ ചോദ്യം ചെയ്യാൻ അന്ന് ആരുമില്ലായിരുന്നു. ഒട്ടും അടുപ്പിക്കാൻ കൊള്ളത്തില്ല. എന്നെ എൻ്റെ ജീവിതത്തിൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. സീനിയേഴ്സ് എന്ന പേരിൽ അവർ അവരുടെ പവർ കൃത്യമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ പവർ ഗ്രൂപ്പുകളുടെ ആരംഭം 1960-കളുടെ മധ്യകാലഘട്ടം മുതലായിരുന്നു. അന്ന് സിനിമകളിലെ ബഹുഭൂരിപക്ഷം സീനുകളും ഷൂട്ട് ചെയ്തിരുന്നത് ഫിലിം സ്റ്റുഡിയോകളിലായിരുന്നു. മേരിലാൻഡ്, ഉദയ പോലുള്ള ഒരുപാട് ഫിലിം സ്റ്റുഡിയോകളില്ലാതെ മലയാള സിനിമയ്ക്ക് അന്നൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഫിലിം സ്റ്റുഡിയോകൾ മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ നിർമ്മാതാക്കളും സ്റ്റുഡിയോ ഉടമകളുമായിരുന്നു മലയാള സിനിമയുടെ ആദ്യകാല പവർ ഗ്രൂപ്പുകൾ. അന്നവർ മലയാള സിനിമയെ നല്ലവണ്ണം നിയന്ത്രിച്ചിരുന്നു. ഉദാഹരണത്തിന് കുഞ്ചാക്കോ ബോബന്റെ മുത്തശ്ശനായ കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോസ് നിർമ്മിച്ച സിനിമകൾ പണം വാരി കൂട്ടിയിരുന്നു. എന്നാൽ ഏകാധിപതിയായ കുഞ്ചാക്കോ തന്റെ അധികാരത്തിനും പണത്തിനും വേണ്ടി ഒരുപാട് കുപ്രസിദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊന്നാപുരം കോട്ടയിൽ വിജയശ്രീയുടെ നഗ്നരംഗം ഷൂട്ട് ചെയ്ത് സിനിമയിൽ ഉൾപ്പെടുത്തി അവരെ ആത്മഹത്യ ചെയ്യിപ്പിച്ചതും, മറ്റൊരു സിനിമയിൽ ഒരു ബലാത്സംഗത്തിന് വേണ്ടി ഒരു നടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതും ഉൾപ്പെടെ ഒരുപാട് കേസുകൾ കുഞ്ചാക്കോയുടെ പേരിൽ അന്നുണ്ടായിരുന്നു. എന്നാൽ തനിക്കെതിരെ ഒരു കേസും ഉണ്ടാവാതിരിക്കാൻ കുഞ്ചാക്കോ തന്റെ പവർ കൃത്യമായി ഉപയോഗിച്ചിരുന്നു. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ മരിച്ചുപോയ നടീനടന്മാരെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഇയാൾക്കെതിരെ ഇനിയും ഒരുപാട് കേസുകൾ വന്നേനെ എന്ന് പല ആളുകളും അന്ന് പറഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിലെ പവർ ഗ്രൂപ്പ് ആയിരുന്ന നിർമ്മാതാക്കളുടെയും സ്റ്റുഡിയോ ഉടമകളുടെയും ഇത്തരം മോശം പ്രവൃത്തികൾക്കെതിരെ ശബ്ദിച്ച ആദ്യത്തെ മലയാള നടൻ മധു ആയിരുന്നു. ഉമാ സ്റ്റുഡിയോസ് എന്ന പേരിൽ 1973 മധു ഒരു ഫിലിം സ്റ്റുഡിയോ ആരംഭിച്ചത് തന്നെ ഇത്തരം പവർ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടായിരുന്നു. എന്നാൽ മധുവിന്റെ ഈ ഒരു പ്രവൃത്തിക്കെതിരെ സ്റ്റുഡിയോ ഉടമകളുടെ പവർ ഗ്രൂപ്പ് ശക്തമായി തിരിയുകയും ഒടുവിൽ അവരുടെ അധികാരത്തിന്റെ സമ്മർദ്ദം മൂലം മധുവിന് തന്റെ സ്റ്റുഡിയോ ഒടുക്കം വിൽക്കേണ്ടി വന്നു. പവർ ഗ്രൂപ്പിന്റെ അടുത്ത കാലഘട്ടമായിരുന്നു 1980 മുതൽ 90 വരെ. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായ അന്ന് തിരുവനന്തപുരമായിരുന്നു മലയാള സിനിമയുടെ ഈറ്റില്ലം. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ മലയാള സിനിമയുടെ ബിസിനസ് കേരളത്തിന്റെ അതിർത്തികൾ കടന്ന് യാത്ര ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിരുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു. പ്രിയദർശൻ, മോഹൻലാൽ, വേണു നാഗവള്ളി, മണിയൻ പിള്ള രാജു, നിർമ്മാതാവായ സുരേഷ് കുമാർ, ജഗതി ശ്രീകുമാർ എന്നിവരെല്ലാം ട്രിവാൻഡ്രം ലോബി എന്ന കൊടക്കേടിയിലുള്ളവരായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാള സിനിമ അവരുടെ കയ്യിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിലെ യുവ സൂപ്പർ താരവും സൂപ്പർ സംവിധായകനും സൂപ്പർ നിർമ്മാതാവും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സിനിമകൾ നിർമ്മിച്ച് ഹിറ്റടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ട്രിവാൻഡ്രം ലോബി എന്ന പവർ ഗ്രൂപ്പ് മലയാള സിനിമ കൺട്രോൾ ചെയ്തിരുന്ന സമയം അഥവാ 90കളുടെ മധ്യകാലഘട്ടം മുതൽ ഇവർക്കെതിരെ തിരിഞ്ഞുകൊണ്ട് പല സിനിമാ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. അത്തരത്തിലൊന്നായിരുന്നു 1994 മലയാളം സിനി ടെക്നീഷ്യൻസ് ആൻഡ് അസോസിയേഷൻ ഫെഡറേഷൻ എന്നറിയപ്പെട്ടിരുന്ന മാക്ട. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ അധികാരത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സംവിധായകനായി വിനയൻ കൊണ്ടുവന്നതായിരുന്നു മാക്ട എന്ന ഈ ഒരു സംഘടന. വിനയൻ ഉൾപ്പെട്ടിരുന്ന ഈ ഒരു സംഘടന ഒരു പവർ ഗ്രൂപ്പ് ആയിരുന്നു. ഇതിനൊരു മികച്ച ഉദാഹരണം പറയാം. 2009 ദിലീപിനെ വെച്ച് തുളസീദാസ് കുട്ടനാടൻ എക്സ്പ്രസ് എന്നൊരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാൽ തുളസീദാസ് സംവിധാനം ചെയ്ത കോളേജ് കുമാർ എന്ന സിനിമ പരാജയപ്പെട്ടതുകൊണ്ട് അഡ്വാൻസ് വാങ്ങിയ പൈസ പോലും തിരികെ കൊടുക്കാതെ ദിലീപ് ഈ സിനിമയിൽ നിന്നും പാതി വഴിയിൽ ഇറങ്ങിപ്പോകുന്നു. അതോടൊപ്പം ഉദയപുരം സുൽത്താൻ എന്ന സിനിമയുടെ നിർമ്മാതാവിനെ പിന്നീട് മറ്റൊരു പ്രശ്നത്തിന്റെ പേരിൽ ദിലീപ് കോടതിയിൽ വലിച്ചഴിച്ച് അയാളുടെ ജീവിതം കഷ്ടത്തിലാക്കുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മമ്മൂട്ടി രംഗത്ത് വന്നിരുന്നു. ഇവിടെയായിരുന്നു മാക്ട എന്ന പവർ ഗ്രൂപ്പ് അവരുടെ യഥാർത്ഥ പവർ കാണിച്ചത്. 2009 ഇതേ ദിലീപിന്റെ ബോഡിഗാർഡ് എന്ന സിനിമയുടെ പാലക്കാടിലെ ഷൂട്ടിങ്ങും മമ്മൂട്ടിയുടെ ഡാഡിക്കൂൾ എന്ന സിനിമയുടെ ആലപ്പുഴയിലെ ഷൂട്ടിങ്ങും വിനയന്റെ മാക്ട ദിവസങ്ങളോളം തടഞ്ഞു. 300 പേരായിരുന്നു ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയനും ഒപ്പം അന്നത്തെ രാജ്യസഭാ അംഗവുമായ KE ഇസ്മായിൽ വരെ ചർച്ചയ്ക്ക് വന്നെങ്കിലും വിനയന്റെ പവർ ഗ്രൂപ്പായ മാക്ട എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. എന്നാൽ അതേസമയം ഉയർന്നു വന്ന സംവിധായകനായ B ഉണ്ണികൃഷ്ണന്റെ ഫെഫ്ക എന്ന സംഘടന ഇതിനെതിരെ പ്രതികരിച്ചു. വിനയന്റെ മാക്ട എന്ന പവർ ഗ്രൂപ്പ് പതിയെ ഇല്ലാതാവുന്നതും B ഉണ്ണികൃഷ്ണന്റെ പവർ ഗ്രൂപ്പായ ഫെഫ്ക കുതിച്ചുയർന്നതും ഒരേ സമയത്തായിരുന്നു.
ദിലീപിൻ്റെ ഒരു ഓപ്പറേഷനാണ് മാക്ട പിളർത്താൻ. ദിലീപ് പറഞ്ഞു, എന്നെ ചട്ടം പഠിപ്പിക്കാൻ വന്നവൻ ഇൻഡസ്ട്രിയിൽ വേണ്ട. എന്നാൽ 1994 അമ്മ എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും ഫെഫ്കയുടെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു അമ്മയുടേതും. അങ്ങനെ ഫെഫ്ക അമ്മ എന്ന 2 സംഘടനകൾ ചേർന്ന് ഒരു വലിയ പവർ ഗ്രൂപ്പായി മലയാള സിനിമയെ വലിയ തോതിൽ കൺട്രോൾ ചെയ്യാൻ ആരംഭിച്ചു. 1996 നടൻ സുകുമാരൻ ഇവർക്കെതിരെ പ്രതികരിച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് ഷാഡോ ബാൻ പോലെ അദ്ദേഹത്തെ ഈ പവർ ഗ്രൂപ്പ് പുറത്താക്കി. അങ്ങനെ അദ്ദേഹം മരിക്കുന്നതിനും തലേ വർഷമായ 1996 ഒരു സിനിമ പോലും ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തെ ഈ പവർ ഗ്രൂപ്പ് അനുവദിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് പവറാണ്, ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കാനുള്ള അധികാരം. എന്നാൽ 2000 തുടക്കം മുതൽ മലയാള സിനിമയിൽ ഒരു ഗുരുതരമായ പ്രശ്നം വിനയൻ ഉന്നയിച്ചു. പ്രശ്നം മറ്റൊന്നുമല്ല, മലയാളം TV സീരിയലായിരുന്നു. അതായത് ഇപ്പോഴത്തെ പോലും ഒന്നുമല്ല, 2000 തുടക്കം മുതൽ മലയാളത്തിൽ ഒരുപാട് നല്ല ക്വാളിറ്റി സീരിയലുകൾ ഉണ്ടായിരുന്നു. മലയാള നടന്മാരായ നെടുമുടി വേണു, സിദ്ദിഖ് ഉൾപ്പെടെ ഒരുപാട് നടീനടന്മാർ പല മലയാളം TV സീരിയലുകളിൽ അന്ന് അഭിനയിച്ചിരുന്നു. 2000 ആരംഭിച്ച കേരളത്തിലെ ഏറ്റവും മികച്ച TV സീരിയലുകളിൽ ഒന്നായ ജ്വാലയായിൽ ഒരുപാട് മലയാള സിനിമാ നടീനടന്മാർ അഭിനയിച്ചിരുന്നു. ആ സീരിയലാകട്ടെ നിർമ്മിച്ചത് മമ്മൂട്ടിയും. എന്നാൽ മലയാളി പ്രേക്ഷകർ സീരിയൽ കണ്ടു തുടങ്ങിയാൽ മലയാള സിനിമ കാണാൻ ആളില്ലാതാകും. അതുകൊണ്ട് മലയാള നടീനടന്മാർ സീരിയലുകളിൽ അഭിനയിക്കരുത് എന്നുള്ള ഒരു ആവശ്യവുമായി വിനയന്റെ മാക്ട സംഘടന മുന്നോട്ട് വന്നു. ഇത് മലയാള സിനിമയെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിട്ട ഒന്നായിരുന്നു. അതോടൊപ്പം ഉത്സവ സീസൺ ഒഴികെയുള്ള സമയം സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ റിലീസ് ചെയ്യുന്നത് നിരോധിക്കണമെന്ന നിയമം കൊണ്ടുവരണമെന്ന് വിനയന്റെ പവർ ഗ്രൂപ്പായ മാക്ട ശാഠ്യം പിടിച്ചു. എന്നാൽ ഈ ഒരു ആശയത്തെ പല ആളുകളും സപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെയായിരുന്നു മാക്ട എന്ന പവർ ഗ്രൂപ്പായ സംഘടന പിളർന്നു പോയത്. വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത്, ഒരു പവർ ഗ്രൂപ്പ് പോയപ്പോൾ മറ്റൊരു പവർ ഗ്രൂപ്പ് കയറി വന്നു, അമ്മ ഫെഫ്ക. അവരുടെ കയ്യിൽ മലയാള സിനിമയുടെ പൂർണ്ണ നിയന്ത്രണം കിട്ടിയപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ പല കാരണങ്ങളാൽ നിരോധിക്കുവാൻ ആരംഭിച്ചു. 2004 22 വയസ്സുള്ള പൃഥ്വിരാജ് സുകുമാരനെ വിനയന്റെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള പേരിൽ അൺഒഫീഷ്യലായി അവർ ബാൻ ചെയ്തു. ഇവിടെ മലയാളത്തിൽ എനിക്ക് സിനിമകൾ ഇല്ലാതെയായി. അതുമാത്രമല്ല, ആ സമയത്ത് പൃഥ്വിരാജിന് വന്ന അന്യഭാഷ സിനിമകൾ പോലും കിട്ടാതിരിക്കാൻ വേണ്ടി അവർ ഇടപെട്ടു എന്ന് പൃഥ്വിരാജ് തന്റെ ഒരു പഴയ ഇന്റർവ്യൂവിൽ വ്യക്തമായി പറയുന്നുണ്ട്. പറഞ്ഞാൽ ഈ ചേംബറിന്റെയും അമ്മയുടെയും ഒക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു സംവിധായകരെ വിളിച്ച് എന്നെ പറ്റി എന്തെങ്കിലും പറയുക, എൻ്റെ പ്രോജക്റ്റുകൾ എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. 2005 മോഹൻലാലിന്റെ നരൻ എന്ന സിനിമയിൽ കരാർ ഒപ്പിട്ടില്ല എന്ന കാരണത്താൽ സീനിയർ സംവിധായകനായ ജോഷിയെ പരസ്യമായി ഫെഫ്ക വഴക്കു പറഞ്ഞു. ജോഷി ഇനി എഗ്രിമെന്റ് സൈൻ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഞങ്ങളുടെ മുന്നിലിരുന്ന് ഒപ്പിടണമെന്ന് പോലും അവർ കൽപ്പിച്ചു. എന്താലേ. എന്നാൽ OTT-യിലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തിയേറ്റർ ബിസിനസിനെ പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, അഥവാ തിയേറ്റർ ബിസിനസിനെ കൺട്രോൾ ചെയ്തിരുന്ന പവർ ഗ്രൂപ്പ് നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായിരുന്ന ലിബർട്ടി ബഷീർ ആയിരുന്നു. പുറത്താക്കപ്പെട്ട വിനയൻ പുതിയ ആളുകൾ വെച്ച് പടമെടുക്കുമ്പോൾ അവർക്ക് മനഃപൂർവ്വം തിയേറ്റർ കൊടുക്കാതിരിക്കാൻ ലിബർട്ടി ബഷീർ ശ്രമിച്ചിരുന്നു. ഇനി സൂപ്പർ താരങ്ങളുടെ സിനിമകൾക്ക് തിയേറ്ററിൽ 50-50 റേഷ്യോയിൽ അദ്ദേഹം ഷെയർ ആവശ്യപ്പെട്ടു. കേരളത്തിലെ തിയേറ്റർ അസോസിയേഷനെ മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്ന ലിബർട്ടി ബഷീർ A ക്ലാസ്, B ക്ലാസ് എന്നീ രീതിയിൽ സിനിമകളെ തരംതിരിച്ച് മോശൻ തിയേറ്ററുകളിൽ സിനിമകൾ റിലീസാക്കിയിരുന്നു. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിന്റെ മാത്രം സിനിമകൾക്ക് പ്രത്യേക പരിഗണന തിയേറ്ററിൽ കിട്ടിയിരുന്നു. എന്നാൽ 2000 പകുതി കഴിഞ്ഞപ്പോൾ മലയാള സിനിമ അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോയി. ക്വാളിറ്റിയുള്ള ഒരു സിനിമ പോലും റിലീസാവുന്നില്ല. ആ സമയത്ത് ഒരുപാട് തിയേറ്റർ ഉടമകൾ തിയേറ്റർ പൊളിച്ച് കല്യാണ മണ്ഡപവും ഓഡിറ്റോറിയമാക്കി മാറ്റിയിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ദിലീപാണ് ആ ഒരു പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ ഓരോ കാലഘട്ടം കഴിയുന്തോറും പവർ ഗ്രൂപ്പുകളുടെ അധികാരത്തിന്റെ പവർ താരതമ്യേന കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. 2009-10 കാലഘട്ടത്തിന് ശേഷം മലയാള സിനിമയിൽ വന്ന വലിയൊരു മാറ്റം ഈ ഒരു പവർ ഗ്രൂപ്പിനെ അസ്വസ്ഥരാക്കി. ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്ത് പുറത്താക്കാൻ വേണ്ടി ഒരു സംഘടനയുടെയും ആവശ്യമില്ല എന്നുള്ള കോടതി ഉത്തരവ് പുറത്തു വരുന്നു. മലയാള സിനിമയിൽ ചെറുപ്പക്കാരായ കഴിവുള്ള പുതിയ കുട്ടികൾ വന്നു തുടങ്ങുന്നു. സാറ്റലൈറ്റ്, OTT എന്നിവയുടെ വരവും മലയാളി പ്രേക്ഷകരുടെ ആസ്വാദന രീതിയുടെ മാറ്റവും മുൻകാലങ്ങളിൽ ഉയർന്നു വന്ന പവർ ഗ്രൂപ്പിനെ നല്ലതുപോലെ ബാധിച്ചു. ഇന്ന് ആർക്ക് വേണമെങ്കിലും സിനിമ ചെയ്യാം, ആരും തടയാൻ പോകുന്നില്ല. പവർ ഗ്രൂപ്പുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എതിരാളികളെ മാനസികമായി തളർത്തുക എന്നതുകൊണ്ട് മാത്രമാണ്. എന്നാൽ പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് സമീപകാലത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. അതിന്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ഉണ്ണി മുകുന്ദൻ. 100 വർഷത്തിലേക്ക് പോകുന്ന മലയാള സിനിമയിൽ കാണപ്പെട്ട പ്രധാനപ്പെട്ട പവർ ഗ്രൂപ്പുകളും അവരുടെ പ്രവർത്തനങ്ങളും ഇവയൊക്കെയാണ്. എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ ഒരുതരം അധികാരമോഹമാണ്, മരുന്നില്ലാത്ത ഒരുതരം മാനസിക രോഗം. ഓരോ കാലഘട്ടത്തിലും മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും നല്ലത് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.